എൻ്റെ കൊച്ചാ മരിച്ചത്, നിങ്ങളുടെ കൊച്ചല്ല മരിച്ചത്. അത് എൻ്റെ കൊച്ചാ മരിച്ചത്. എൻ്റെ ചേട്ടൻ്റെ കൊച്ച എന്നെ നോക്കണ്ടവനാ, അവനാ മരിച്ചത്. മര്യാദയ്ക്ക് വർത്തമാനം പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷിക്കാരൊക്കെ പൊട്ടന്മാരായിട്ട് കണക്ക് കൂട്ടരുത്. ഇവിടെ കൃഷിക്കാർ, നിങ്ങൾക്ക് അവിടെ ഇരിക്കണവർക്ക് തോന്നുന്നുണ്ട് വയനാട്ടിൽ വെറും ആദിവാസികളാന്ന്. ആദിവാസിയല്ല, ആദിവാസീനെ കൊന്നാലും ചേട്ടനെ കൊന്നാലും മുസ്ലിമിനെ കൊന്നാലും ഹിന്ദുവിനെ കൊന്നാലും ഒരേ വിലയാണ്. ഞങ്ങൾ വയനാട്ടുകാർ അതാ കണക്ക് കൂട്ടിയേക്കണേ. ഞങ്ങൾക്ക് പറഞ്ഞ പൈസ തരണം. നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ലെന്നേരും ഞങ്ങൾ നോക്കാവുന്നേ. സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെയുള്ള കൃഷിക്കാർക്ക് ഓരോ തോക്ക് കൊടുക്കുക, ഞങ്ങൾ നോക്കിത്തരാം. നിങ്ങൾക്ക് പറ്റൂല്ലെങ്കിൽ പോ. നിങ്ങൾ എ സിയിലിരുന്നാൽ പോരാ. അവിടെ കുറേ മൃഗസ്നേഹികളുണ്ട്, അവരുടെ ആ എ സിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വയനാട്ടിൽ വാ. ഞങ്ങളുടെ നികുതി പൈസ കൊണ്ടാ ഈ മന്ത്രിമാരും എം എൽ എമാരും പിന്നെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും എല്ലാവരും ജീവിക്കണം. ഇവിടുത്തെ കൃഷിക്കാരൻ്റെ നികുതി പൈസ കൊണ്ടാ. സ്റ്റേജിൽ കയറുമ്പോഴേ കൃഷിക്കാരനും കർഷക തൊഴിലാളി നാടിൻ്റെ നട്ടല്. വോട്ട് ചെയ്ത് ജയിച്ചു കഴിയുമ്പോൾ എന്നതാ അവർക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഒരു സാധനവും ഞങ്ങൾക്ക് തന്നില്ല. 10 ലക്ഷം ഉലുവ നിങ്ങൾക്ക് വലുതായിട്ട് കണക്ക് കൂട്ടണു. അവനുണ്ടെന്നൊരു കോടികളുണ്ടാക്കും. അവൻ പണിയെടുത്ത് ജീവിക്കണവനാ. ഞങ്ങൾക്ക് മര്യാദയ്ക്ക് പൈസ തന്നെ. നിങ്ങൾക്കടെ ഊടായിപ്പൊന്നും വേണ്ട. നിങ്ങളിങ്ങനെ പറഞ്ഞു പറ്റിക്കാനായിട്ട് നിൽക്കാൻ വേണ്ട. പറ്റൂലാത്തവരൊക്കെ രാജിവെച്ച് പോ. എന്തിനാ ഈ കടിച്ചു തൂങ്ങി ഭരിക്കണം നിങ്ങൾ? നമ്മൾ രാഷ്ട്രീയമൊന്നുമല്ല പറയണേ, ഞങ്ങളുടെ വിഷമാ പറയണേ. ഞങ്ങളുടെ കൊച്ചു പോയി എൻ്റെ ഇവിടെ എന്തോരം ജനങ്ങളാ പോയി. ആ പോളിയേട്ടൻ കൂലിപ്പണിയെടുത്ത് ജീവിക്കണം. ഞങ്ങളും ഇത് കൃഷിപ്പണിയെടുത്ത് ജീവിക്കണം. കൂലിപ്പണിയെടുത്ത് കണ്ടവന് കാടും വെട്ടി അജീഷ് ജീവിച്ചത്. എന്നിട്ട് നിങ്ങൾ എന്താ ഞങ്ങൾക്കിട്ട് ഉണ്ടാക്കണത്? വിഷമമുണ്ട് ഞങ്ങൾക്ക്. 1 വർഷമായി നമ്മളെ കരയാത്ത ഒരു ദിവസവും ഇല്ല. അവൻ്റെ അമ്മയാണെങ്കിലോ തളർന്നു കിടക്കണു. മര്യാദ വേണ്ടേ? ഭരിക്കാൻ കയറിയാൽ പോരാ, കട്ട് മുടിക്കാൻ കയറിയാൽ പോരാ. ജനങ്ങളെ നോക്കണം.